നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെക്ക് മേൽ പടുകൂറ്റൻ ജയമാണ് സ്വന്തമാക്കിയത്. എന്ന് പറഞ്ഞാൽ 107 റൺസിൻ്റെ തകർപ്പൻ ജയം. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 254 റൺസ് അടിച്ചപ്പോൾ സിംബാബ്വെ 17.4 ഓവറുകളിൽ 147 റൺസിന് ഓൾ ഔട്ടായി. അപ്പോൾ ഈ പടുകൂറ്റൻ ജയം ഗ്രൂപ്പിലെ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്നില്ലേ എന്ന ചോദ്യമാണ്. നോക്കുക, ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ നെറ്റ് റൺ റേറ്റ് എത്രയാണെന്നറിയോ? +5.35 ഓ. സൗത്ത് ആഫ്രിക്കയുടെ നെറ്റ് റൺ റേറ്റോ +3.8 രണ്ട് മികച്ച രൂപത്തിൽ നിൽക്കുന്ന ടീമുകൾ എന്നർത്ഥം. അപ്പോൾ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിനെ ഇത് സാരമായി ബാധിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. നമ്മൾ ഇന്നലെ ക്വാളിഫിക്കേഷൻ സെനാരിയോസ് പറഞ്ഞിരുന്നു. അതിൽ നിന്നുള്ളൊരു മാറ്റം ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വെസ്റ്റ് ഇൻഡീസ് ഒരു കളി ഒരു ജയം, ഈ 2 പോയിൻറ്റ് +5.35 നെറ്റ് റൺ റേറ്റ് ഒന്നാമത്. സൗത്ത് ആഫ്രിക്ക ഒരു കളി ഒരു ജയം 2 പോയിൻറ്റ് +3.8 നെറ്റ് റൺ റേറ്റ് 2-ാം സ്ഥാനത്ത്. ഇന്ത്യ ഒരു കളി ഒരു തോൽവി -3.8 നെറ്റ് റൺ റേറ്റ് 3-ാം സ്ഥാനം. സിംബാബ്വെ ഒരു കളി ഒരു തോൽവി -5.35 നെറ്റ് റൺ റേറ്റ്. ഇതാണിപ്പോൾ ഈ ഗ്രൂപ്പിലെ ഒരു സ്ഥിതിവിശേഷം. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ടീം ഇന്ത്യക്ക് എന്നർത്ഥം. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് അൺബീറ്റഡായിട്ട് കുതിക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 കളികൾ 5ഉം ജയിച്ചിരിക്കുന്നു. ആദ്യം ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു, പിന്നെ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു, ഇറ്റലിയെ തോൽപ്പിച്ചു, നേപ്പാളിനെ തോൽപ്പിച്ചു, സിംബാബ്വെയെ തോൽപ്പിച്ചു. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇതേപോലെ അൺബീറ്റഡാണ്. ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന വ്യാഴാഴ്ചയുണ്ടല്ലോ, നാളെ കഴിഞ്ഞ് മറ്റന്നാളത്തെ ദിവസത്തെ കളി, അത് ഒരു വല്ലാത്ത പോരാട്ടത്തിൻ്റെ ദിവസമായിരിക്കും. അന്നാണ് ഇന്ത്യക്കും മത്സരങ്ങളുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അന്നാണ് വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. മത്സരം നടക്കുന്നത് 26-ാം തീയതി വ്യാഴാഴ്ച. വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം 3 മണിക്കാണ്. ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മത്സരം 7 മണിക്കാണ്. പിന്നെ വെസ്റ്റ് ഇൻഡീസിന് എതിരാളിയായിട്ട് ഇന്ത്യൻ ടീമാണുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെടണം. വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെട്ടാൽ പിന്നെ ഇന്ത്യക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റിയാൽ അവർ 2 പോയിൻ്റ് തന്നെ നിൽക്കും. ഇന്ത്യ ശേഷിക്കുന്ന 2 മത്സരങ്ങളും വിജയിച്ചാൽ ഇന്ത്യക്ക് 4 പോയിൻ്റ് ആവുകയും ചെയ്യും. അതല്ല, വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചാൽ വെസ്റ്റ് ഇൻഡീസിന് ഓൾറെഡി 4 പോയിൻ്റ് ആവും. സൗത്ത് ആഫ്രിക്ക സിംബാബ്വെയെ തോൽപ്പിച്ചാൽ ഇപ്പോഴത്തെ ഫോമിൽ അതിന് തന്നെയാണ് സാധ്യത. സൗത്ത് ആഫ്രിക്കക്ക് 4 പോയിൻ്റ് ആവും. ഇന്ത്യ പിന്നെ ശേഷിക്കുന്ന 2 മത്സരങ്ങളും ജയിച്ചാൽ ഇന്ത്യക്കും 4 പോയിൻ്റ് ആകും. അതോടുകൂടി കാര്യങ്ങൾ ആകെ കോംപ്ലിക്കേറ്റഡ് ആകും. നെറ്റ് റൺ റേറ്റ് ആയിരിക്കും കളിയിലേക്ക് വരിക. അപ്പോൾ പിന്നെ ഇന്ത്യ നിലവിൽ ഒരല്പം പുറകിലാണ് എന്നുള്ളത് വലിയ വിഷയമാകും. സിംബാബ്വെക്കെതിരെ വമ്പൻ മാർജിനിൽ ടീം ഇന്ത്യ വിജയിക്കാൻ ശ്രമിക്കേണ്ടി വരും. അങ്ങനെ ശ്രമിക്കും. എന്നാലും ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം അതിനിർണായകമായിട്ട് മാറുകയും ചെയ്യും. സോ ഇന്ത്യക്ക് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ പരാജയപ്പെട്ടാൽ പിന്നെ അവർ 2 പോയിന്റിൽ ഒതുങ്ങും. സിംബാബ്വെക്കെതിരെ എന്തായാലും സൗത്ത് ആഫ്രിക്ക വിജയിക്കുമെന്ന് കരുതാം. ഇന്ത്യക്ക് പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഏതായാലും അടുത്ത 2 കളികൾ ജയിക്കണമല്ലോ. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം വളരെ ക്രൂഷ്യലാണ്. വ്യാഴാഴ്ച ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മത്സരത്തിന് മുമ്പ് ആ കളി നടക്കുന്നുണ്ട്. അന്നത്തെ കളിയുടെ റിസൾട്ടോടുകൂടി ഏതാണ്ട് ഈ കാര്യത്തിൽ വ്യക്തത വരും. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് അടുത്ത കളി സൗത്ത് ആഫ്രിക്കയുടെ തോൽക്കലാണ്. അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ അവർ 2 പോയിന്റിൽ ഒതുങ്ങും. കാരണം ഇന്ത്യ അവരെ തോൽപ്പിക്കണമല്ലോ. 2 പോയിന്റിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞതാണ്. ഇന്ത്യ അവരോട് ജയിക്കുന്നുള്ളൊരു അസംഷനിലാണ്. അപ്പോൾ അവർ 2 പോയിന്റിൽ ഒതുങ്ങിയ ബാക്കി 2 കളിയും ജയിച്ചാൽ ഇന്ത്യക്ക് 4 പോയിൻ്റ് ആകും. സൗത്ത് ആഫ്രിക്കയ്ക്ക് 6 പോയിൻറ്റും ആകും. 2 ടീമും കൂടി മുന്നോട്ട് പോകും. അങ്ങനെ സംഭവിക്കുന്ന പ്രതീക്ഷയിൽ വെയിറ്റ് ആൻഡ് സി. അല്ലെങ്കിൽ പിന്നെ നെറ്റ് റൺ റേറ്റിൻ്റെ നൂലാമാലകളാവും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.